താനേ താനേ തനനിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നുമോനെ. ഹലോ യൂട്യൂബ്, ദിസ് ഈസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു പടത്തിലെ പാട്ട് ഇന്ന് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, നമ്മുടെ ലിജോ ജോസ് ആന്റണി, നമ്മുടെ നിവിൻ പോളിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. അതിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോഷണൽ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലിജോ ജോസും അതേപോലെ നിവിൻ പോളി ഉള്ളത്. അത് തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. സോ ഇതൊരു കോമഡി പടമാണ്. സോ നിവിന്റെ ഒരു അടാറ് കംബാക്ക് ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷെ ഇതിൽ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഫുൾ ടൈം കോമഡി പടമാണ്. നമ്മൾ അതിന്റെ ഗ്ലിംസ് ഒക്കെ കണ്ടാൽ അറിയാം. സോ ഇത് നമ്മൾ ആക്ച്വലി നിവിൻ പോളി ഒരു സ്ട്രഗ്ലിംഗ് ഫേസ്ഡ് ആണ്. നമ്മൾ ഒരുപാട് കാലമായി നിവിൻ പോളിന്റെ നല്ലൊരു പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് കുറെ ചിരിക്കാനുള്ള ഒരു പടം അല്ലെ എന്തോ ആയിക്കോട്ടെ, നല്ലൊരു കംബാക്ക് കിട്ടിയാൽ മതി ഈ ഒരു ചിത്രത്തിലൂടെ. സോ കിട്ടുമെന്ന് വിചാരിക്കാം. ആൻഡ് ഇതിൽ ധ്യാനം കൂടി ഉണ്ട് നിവിന്റെ കൂടെ. നമ്മൾ പണ്ടത്തെ ലാലേട്ടനും ശ്രീനിവാസനും പോലെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആവുന്ന തന്നെയാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് കോമഡി വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ. പിന്നെ ഇതിൽ അനശ്വര രാജൻ ഒബിയസ്ലി ഉണ്ട്. അപ്പൊ ഇതിലെ പാട്ട് ഇപ്പം ഇറങ്ങിയിട്ടുള്ള പാട്ടിന്റെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണ എന്നുള്ള പാട്ട് 4 മിനിറ്റുള്ള പാട്ടാണ്. ഇതിലും ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, നിവിൻ പോളി ആ ഒരു കോമ്പോയിലാണ് പാട്ടുള്ളത്. സോ കൃഷ്ണ എന്നാണ് പാട്ടിന്റെ പേര്. ആൻഡ് കമ്പോസ്ഡ് ബൈ ജേക്സ് ബിജോയ് ആൻഡ് ലിറിക്സ് ടിറ്റോ പി തങ്കച്ചൻ. ലിറിക്സ് എഴുതിയിട്ടുള്ളത്, ഒബ്വിയസ്ലി പാടിയിട്ടുള്ളത് നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. സോ അതാണ് വേറൊരു ഹൈലൈറ്റ് ഈ പാട്ടിന്റെ. നമ്മൾ പ്രേമത്തിൽ, തട്ടത്തെ മറയത്തിലൊക്കെ നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ളത് നമ്മളെ വിനീത് ശ്രീനിവാസനാണ്. സോ അതുണ്ടാക്കിയൊരു ഓളം ആ കാലത്ത് ആൾക്കാർക്ക് അറിയാം എത്രത്തോളം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് ആ പാട്ട് കാണാം, പാട്ട് കണ്ടിട്ട് സംസാരിക്കാം. വേറെ പറച്ചിലൊന്നുമില്ല. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ കൃഷ്ണ സോങ്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഹിയർ. ചേട്ടൻ്റെ പകുതി പ്രായമല്ലേ എനിക്കുള്ളൂ. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എൻ്റെ ലൈഫ് നിങ്ങൾ നശിപ്പിക്കരുത് പ്ലീസ്. നശിപ്പിക്കാനോ? ഞാൻ അങ്ങനെ ചെയ്യോ കൃഷ്ണ? വേണമെങ്കിൽ എൻ്റെ ലൈഫ് കൂടി നീ എടുത്തോ, നശിപ്പിക്കാൻ. എന്താല്ലേ ഞാൻ ചത്തോളെ. കൃഷ്ണ സോങ്. നല്ല ഭംഗിയല്ലേ അനശ്വര രാജന കുറച്ച് സിനിമകളിലായിട്ട്. കളർഫുൾ ആണ്. മോനെ ഹനുമാൻ പോന്ന മൽഘോഷ നീയാ? മൽഘോഷ പക്ഷെ പ്രകൃതി മതി. നോ പ്രകൃതി, ഓൺലി വികൃതി. അയ്യവാ കൃഷ്ണ മേരി പ്യാരി കൃഷ്ണ, കഷ്ടമുണ്ടടി ഇഷ്ടമാണടി നീ എൻ ഗോപി കൃഷ്ണ. ശ്രീനിവാസൻ കൃഷ്ണ നെഞ്ചു കാരണ കൃഷ്ണ, ഇല്ലെങ്കിൽ ഇന്നെൻ ജന്മം ഗോപി ഗോപി കൃഷ്ണ. ചാടകാടി പെണ്ണേ നിന്നെ പാട്ടിലാക്കാമെടി. പൊളി ലൈൻസ്. പൊളി സാധനം. കണ്ണാണ് പൊന്നാണ് കരളാണ് നീ, കണ്ണിലെ കൃഷ്ണമണിയാണ് നീ, നീ മാത്രം. കണ്ടനോ തൊട്ടെന്റെ ഉള്ളിലുണ്ട്, നെഞ്ചിൽ കുറിച്ചിട്ട പേര് നിന്റെ കൃഷ്ണ. കേളവാണ്. ലോല
നിവിൻ പോളി രക്ഷയില്ലാട്ടാ. പറഞ്ഞാ മനസ്സിലാവൂലേ? പ്രേമത്തിലെ പാടെന്നാണ് തോന്നുന്നത്. ക്രിഞ്ചാണോ? ക്രിഞ്ച്. ക്രിഞ്ചോ? പൈസക്ക് തരാനോ? പൈസ വന്നിരുന്നു. യാ മോനെ, മലയാളി ഫ്രം ഇന്ത്യ. നല്ല അടിപൊളി ഒരു വൈബ് കോമഡി പാട്ട്. കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്രയും ചിരിച്ചിട്ട് കുറേയായി. ഐ മീൻ ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടിട്ട് മലയാളത്തിൽ. ഒബിയസ്ലി പ്രേമലു തന്നെ ഇപ്പം ആ ഒരു ജോണറിലാണ് ഇറങ്ങിയിട്ടുള്ളത്, ആ കോമഡി. പക്ഷെ ഇത്തരത്തിലുള്ള പാട്ട് അതിൽ കുറവായിരുന്നു എന്ന് സംശയമുണ്ട്. പക്ഷെ ഇതിലിപ്പോ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നത് നമ്മളെ വന്ദനത്തില് താനേ താനേ തനനിണയിൽ കുങ്കുമമോ പരിഭവന്ന പരാഗങ്ങളോ. നമ്മളെ വന്ദനത്തിലെ ലാലേട്ടൻ ഗാഥേന്റെ പുറകെ നടന്ന പാട്ട് കറക്റ്റ് ആ ട്യൂണുമായിട്ട് എന്തോ ഒരു മാച്ച് നമുക്ക് തോന്നുന്നുണ്ട് എവിടെയൊക്കെയോ. പിന്നെ നമ്മളെ മേനെ പ്യാർ കിയ, ആ ഒരു ഈ ഒരു ടൈപ്പ് പാട്ടാണല്ലോ. പിന്നെ നമ്മളെ ഉദയാണ് താരത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, നമ്മളെ ശ്രീനിവാസൻ മീനയൊക്കെ ആയിട്ട്, അതും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, ഒരു നല്ലൊരു സന്തോഷം, വൈബ്, പാട്ട് കേട്ടൊരു ഫീൽ ഗുഡ് സംഭവം. കോമഡി ഉണ്ട്, ചിരിക്കാൻ. ഇപ്പൊ 4 മിനിറ്റ് കംപ്ലീറ്റ് ചിരിയാണ്. ധ്യാൻ ശ്രീനിവാസൻ ഒരേ പൊളിയാണ്. ഇവരെ കോമ്പിനേഷൻ ഒരു അടാറ് കോമ്പിനേഷൻ ആവണം, ഒബ്വിയസ്ലി ആവുന്നതാണ് എൻ്റെ ഒരു വിചാരം. നിവിൻ പോളിയും ധ്യാനും അത് ഒരുപരി നമ്മൾ ഈ കോമഡിയിലേക്ക് വരുന്ന സമയത്ത് വേറെ ലെവലായി കളി ചിലപ്പോൾ ആൾക്കാർ. പിന്നെ ദിജോ ജോസ് ആന്റണിയുടെ പടമാണ്. ഒബ്വിയസ്ലി ഇതൊരു ബ്രേക്ക് ആവുന്നുള്ളത് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവട്ടെ. നിവിൻ പോളിക്ക് ഒരു നല്ലൊരു ബ്രേക്ക് കൊടുക്കാനാവട്ടെ പടത്തിന്. പിന്നെ അനശ്വര രാജൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒബ്വിയസ്ലി വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് യാതൊരു രക്ഷയില്ല. ഇതിന്റെ കമ്പോസ് ആൻഡ് ലിറിക്സ് സൂപ്പർ. എവിടേക്കോ നമുക്ക് ആ പഴയ കാലം എന്നല്ല, ആ ഒരു മിഡ് 2000-ലൊക്കെ ഇങ്ങനത്തെ കുറെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫീല് നമുക്ക് ഈ പാട്ടിൽ കേൾക്കുന്നുണ്ട്. ഏതായാലും മലയാളി ഫ്രം ഇന്ത്യന്റെ ട്രെയിലറും ബാക്കി കാര്യങ്ങളും അനൗൺസ്മെന്റ് ഒക്കെ വരട്ടെ. പടം നല്ലൊരു ഹിറ്റ് ആവട്ടെ. ആൻഡ് നമ്മൾ റിവ്യൂ ആയിട്ട് എന്തായാലും ഞാനുണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് സൈനിങ് ഓഫ്.